പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ വലിയൊരു പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായി കരണ്ടിയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് കത്തിക്കാൻ പോവാട്ടെ. അല്ല ഗൈസ്, ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ശരിക്കും നമ്മൾ 6 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് ഓർമ്മ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. ഞാനും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. നമ്മൾ എന്നും കഴുകുന്ന സ്പൂണിലും നമ്മുടെ കരണ്ടിയിലും എല്ലാത്തിലും നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അണുക്കളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ കാണാത്ത അണുക്കളും ചളികളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ. സ്പൂണിൻ്റെ ഇടകളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കറുപ്പ് കളറിലൊക്കെ കാണും. ചിലപ്പോൾ നമ്മൾ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ പോവുണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്ക് ഓർമ്മ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ വെട്ടി തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ, അതും കുറച്ച് വിനാഗിരിയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ എല്ലാ ചെറിയ സാധനങ്ങളും ഒന്ന് നിങ്ങളിങ്ങനെ തിളപ്പിച്ച് നോക്കുക. എല്ലാ സാധനവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക്